നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGSന് വരാൻ സാധ്യതയുള്ള സിലബസാണ്. ഇത് LGSൻ്റെ സിലബസാണ് നോക്കുന്നത്. സെയിം സിലബസ് തന്നെയായിരിക്കും കമ്പനി ബോർഡ് LGSന് വരുന്നത്. പൊതുവിജ്ഞാനത്തിന് 40 മാർക്ക്, ആനുകാലിക വിഷയങ്ങൾക്ക് 20 മാർക്ക്, സയൻസിന് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10, മാത്സ് 20. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവയ്ക്ക് 5 മാർക്സാണ്. ഇതിൽ റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ, പേരും അവരുടെ പ്ലേസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിരിക്കണം. അടുത്തതാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. ഇത്രയും ഭാഗത്തിന് 5 മാർക്സാണ് വരുന്നത്. ഇതിൽ റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നത് പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ള ഭാഗത്തിൽ നിന്നാണ്. നീതി ആയോഗ് നോക്കണം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഭാഗത്തിൽ നിന്ന് 5 മാർക്സാണ്. ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന, അടിസ്ഥാന വിവരങ്ങൾ. ഇതിൽ വരുന്നത് മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങൾ, മൗലിക കടമകൾ, ലിസ്റ്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഭരണഘടനാ ഭേദഗതികളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് ഇന്ത്യൻ ജോഗ്രഫിയാണ്. ഇന്ത്യൻ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇത്രയും 5 മാർക്സാണ് വരുന്നത്. ഈ ഭാഗത്തിൽ നിന്നും വരുന്നത് നമ്മുടെ ഇന്ത്യയിലെ നദികൾ, അത് നോക്കണം. പിന്നെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകളിൽ ഹിമാലയം, ആ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അടുത്തത് 10 മാർക്സ് വരുന്നത് കേരള ജോഗ്രഫി, കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളിൽ നിന്നാണ്. നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, മത്സ്യബന്ധനം, കായിക രംഗം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള അറിവ്. ഇതിൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വരുന്ന ഭാഗങ്ങളാണ് നദികൾ, കായലുകൾ, വൈദ്യുത പദ്ധതികൾ, വന്യജീവി സങ്കേതങ്ങൾ, ദേശീയ ഉദ്യാനങ്ങൾ, കായിക രംഗം. അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ, സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ. ഇത്രയും 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. ഇതിൽ വൈകുണ്ഠസ്വാമികൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ഇവരൊക്കെ പ്രത്യേകം നോക്കിയിട്ട് പോവാം. അടുത്തത് ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ഇത്രയും 5 മാർക്സ്. ഇതിൽ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കമ്മീഷനുകൾ, ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, നവസാമ്പത്തികവൽക്കരണവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്. അടുത്തത് കറണ്ട് അഫേഴ്സ് 20 മാർക്സാണ്. ജീവശാസ്ത്രത്തിൽ നിന്ന് 5 മാർക്സാണ്. മനുഷ്യശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും. ഇതിൽ മസ്റ്റായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ് ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും, പ്രധാന കാർഷിക വിളകൾ. 7th സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് കൂടുതലായിട്ടും ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്, ഭക്ഷ്യ കാർഷിക വിളകളിൽ. അടുത്തത് പൊതുജനാരോഗ്യം 10 മാർക്ക്. സാംക്രമിക രോഗങ്ങളും രോഗകാരികളും, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, ജീവിതശൈലി രോഗങ്ങൾ,
കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ജീവിതശൈലി രോഗങ്ങളും സാംക്രമിക രോഗങ്ങളും രോഗകാരികളും ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഈ ഭാഗത്ത് നിന്ന് വരുന്നത്. അപ്പോൾ ബയോളജി ഭാഗത്ത് നിന്ന് തന്നെ ടോട്ടൽ 15 മാർക്സ് ഉണ്ട്. ഇനി കെമിസ്ട്രിയും ഫിസിക്സും കൂടെ കൂട്ടി 5 മാർക്സാണ് വരുന്നത്. ആറ്റവും ആറ്റത്തിൻ്റെ ഘടനയും അയിരുകളും ധാതുക്കളും മൂലകങ്ങളും അവയുടെ വർഗീകരണവും ഹൈഡ്രജനും ഓക്സിജനും രസതന്ത്രം ദൈനംദിന ജീവിതത്തിൽ ദ്രവ്യവും പിണ്ഡവും പ്രവൃത്തിയും ഊർജവും അതിൻ്റെ പരിവർത്തനവും താപവും ഊഷ്മാവും പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും ശബ്ദവും പ്രകാശവും സൗരയുദ്ധവും സവിശേഷതകളും. മാത്സിൽ നിന്ന് 20 മാർക്സാണ്. അതിൽ സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ലസാഗു ഉസാഗ ഭിന്നസംഖ്യകൾ ദശാംശ സംഖ്യകൾ വർഗവും വർഗമൂലകവും ശരാശരി ലാഭവും നഷ്ടവും സമയവും ദൂരവും. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ശ്രേണികൾ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാനെ കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണയം. വയസ്സ് സ്ഥാനനിർണയം ശ്രേണികൾ ഇവിടെ നിന്നൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊക്കെയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ. നമ്മൾ LGSന് പഠിക്കുമ്പോൾ എപ്പോഴും SCERT കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത്. അപ്പോൾ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിച്ചിരിക്കണം. SCERTയും കംപ്ലീറ്റ് ചെയ്തിരിക്കണം. താങ്ക് യു.